ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. നമ്മൾ ഈ അടുത്തായിട്ട് നമ്മളിവിടെ ഒരു റിനോവേഷൻ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഏകദേശം ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് പഴയ ഒരു ട്രഡീഷണൽ വീടായിരുന്നു. ഓടൊക്കെ ഇട്ട പണ്ടത്തെ ചുമരൊക്കെ കുറേ മണ്ണ് കൊണ്ട് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമുകളെല്ലാം ഭയങ്കര ചെറുതായിരുന്നു, പല ലെവലുകളിലായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് അധികം മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ ആവശ്യങ്ങളൊന്നും തീരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല. പണ്ടത്തെ വീടായതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. അതേപോലെ കിച്ചണിൽ സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇവർക്ക് വീടിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് വീട് അങ്ങനെ മുഴുവനായിട്ട് കളയുകയും വേണ്ട. അങ്ങനത്തെ ഒരു ആവശ്യമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻഭാഗം, അതായത് കുറച്ച് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡെമോളിഷ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിൽ വരുന്ന ഇപ്പോൾ ഡൈനിങ് ഏരിയ, കിച്ചൺ, അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന നമ്മുടെ ഒരു ബെഡ്റൂം ഒക്കെ ഉണ്ട്. അതൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയതായിട്ട് എടുക്കുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫങ്ഷണലി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പുതിയതിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ടച്ച് കൊടുത്ത് നമ്മൾക്ക് ഫങ്ഷണലി എല്ലാം നല്ല രീതിയിൽ ആവുന്ന രീതിക്കാണ് നമ്മൾ ഈ ബിൽഡിംഗ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഈ ഒരു പുതിയ വീട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2200 സ്ക്വയർ ഫീറ്റോളം, 2200-250 സ്ക്വയർ ഫീറ്റോളാണ് ഈ പുതിയ വീട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം.
അപ്പോൾ എൻ്റെ പേര് രജിത്താണ്. അപ്പോൾ ഞാനാണ് ടേൺ ആർക്കിടെക്ട്സിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ബ്രദർ ഇൻ ലോ ആയി കൂടി പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമായിട്ട് റിനോവേഷൻ ആയിരുന്നു. അപ്പോൾ റിനോവേഷൻ വർക്ക് നമുക്ക് ഇഷ്ടമായി. അതേപോലെ നമുക്കും ഇവിടെ 40 വർഷത്തോളം പഴക്കമുള്ള വീടാകുന്നുണ്ട്, അത് പുതിയതാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മളെല്ലാ പ്ലാനുകളെല്ലാം റെഡിയായി. അങ്ങനെ അവർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വർക്കെല്ലാം നന്നായിരുന്നു. അവരെല്ലാ സമയത്തും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് എപ്പോഴും എല്ലാ ഇഷ്യൂസും റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പറ്റി. ഇപ്പോൾ ഒരു പഴയ വീട് എന്നുള്ളൊരു ഇതില്ല, ഇപ്പോൾ കറക്റ്റ് ഒരു പുതിയ വീടുണ്ടാക്കിയ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാലും ആർക്കും പറയുന്നത് ഇത് പഴയ വീട് പോലെ തോന്നുന്നില്ല, എല്ലാം പുതിയതായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതാണ്. അപ്പോൾ എല്ലാവരും ഒരു നമ്മൾ ടേൺ ആർക്കിടെക്ട്സിനെ എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യും. എല്ലാ റിനോവേഷൻ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആർക്കിടെക്ട്സാണ് ഇവർ. അപ്പോൾ അതിനെ നമ്മുടെ ആർക്കിടെക്റ്റായ സജിത് തൊട്ടപ്പാറയ്ക്കും ഇന്റീരിയർ ഡിസൈനറായ സൂര്യ സുഗമനും നന്ദി രേഖപ്പെടുന്നു. നമ്മൾ 1 വർഷം പീരീഡ് ഉദ്ദേശിച്ച് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് ഏതാണ്ട് 1 വർഷത്തിന് മുന്നേ തന്നെ, അതായത് ഡിസംബറിൽ തന്നെ നമുക്ക് വീട് മാറാൻ ഒക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ പണികളും പൂർത്തീകരിച്ച് അതിന് നമുക്ക് താമസ യോഗ്യമാക്കി തന്നത് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെയും അതിനോടൊപ്പം തന്നെ ആ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത ആർക്കിടെക്റ്റിൻ്റെ അച്ഛനായിട്ടുള്ള സജിത്തിൻ്റെ അച്ഛനായിട്ടുള്ള ചന്ദ്രേട്ടൻ്റെയും ഉത്സാഹം കൊണ്ട് തന്നെയാണ്. പഴയ വീടിനെ പുതിയതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇറ്റേൺ ആർക്കിടെക്റ്റിനെ അറിയാൻ കഴിഞ്ഞു. അത് അവർ നിർമ്മിച്ച ഒരു വീട് ഞങ്ങൾ സന്ദർശിക്കുകയും അതിന് അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്കും അതുപോലെ ഒരു സ്വപ്ന ഭവനം കെട്ടിത്തീർക്കാൻ വേണ്ടിയിട്ട് അവരെ സമീപിച്ചു. അവർ അത് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ട വിധം, മനസ്സിന് യോജിച്ച വിധം ഓരോ കാര്യത്തിനും ഞങ്ങളോടൊപ്പം നിന്ന് വളരെ സഹകരിച്ച് മോഹത്തിനനുസരിച്ചുള്ള ഒരു വീട് തന്നെ സാധ്യമായി. അപ്പോൾ പഴയ വീട് എന്നുള്ളത് പുതിയതായി, പഴയ വീടിൻ്റെ കുറച്ച് ഭാഗം നിലനിർത്തി അതിനെയും കൂടി പുതിയതാക്കി തന്ന, ഒരിക്കലും ഒരു പഴയ വീട് എന്നുള്ളത് ആർക്ക് വന്നാലും കണ്ടാലും തോന്നില്ല. ആ രീതിയിൽ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തന്നു.